ഇതൊക്കെ പറയുമ്പോ കുട്ടിക്കാലം മുതൽക്ക് ഇത് ശീലമാക്കി വന്ന നമ്മള് ഇടക്കാലത്ത് വെച്ച് അള്ളാഹു സൗകര്യങ്ങളും സംവിധാനങ്ങളും തരുമ്പോ അതിൽ നിന്ന് മാറിപ്പോകുന്നത് സങ്കടകരമാണ്. മുമ്പ് നമ്മുടെ കയ്യിൽ മൊബൈലിന്റെ സൗകര്യമില്ല, ഉപകരണങ്ങളെ സൗകര്യമില്ല. അന്ന് നന്നായ രൂപത്തിലേക്ക് മടങ്ങിപ്പോകണം സഹോദരങ്ങളെ. ഇതുകൊണ്ട് ആ ഒഴിവ് സമയങ്ങളും മറ്റുമൊക്കെ ചെലവഴിക്കുന്നതിന് പകരം ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്തിയിട്ട് അതിന്റെ നന്മകൾ മാത്രം ആസ്വദിച്ച് ഖുർആനോത്തിനത് തടസ്സമാകരുത്, മറ്റു ഖൈറായ കാര്യങ്ങൾക്കൊന്നും തടസ്സമാകരുത്. ആ രൂപത്തിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ നോട്ടവും നമ്മുടെ കേൾവിയും നമ്മുടെ മനസ്സും ആ രൂപത്തിലേക്കാണ് തുനിയേണ്ടത്. അപ്പൊ വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. അറിവുള്ളത് സ്വീകരിക്കാം എന്ന് ഈ ആയത്തിൽ നിന്ന് തെളിവ് കിട്ടിയല്ലോ. അറിവുള്ളത് നമുക്ക് അവലംബിക്കാം. കുറെ സംഗതി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ നറുക്കിടൂലേ, ഒരു വിഷയം അറിയാൻ വേണ്ടിയിട്ട് നറുക്കിടുമ്പോ നറുക്ക് വിടുമ്പോൾ ഇൽമു കിട്ടുമല്ലോ, എല്ലാവരും സമ്മതിക്കുമല്ലോ. കുറിന്റെ നറുക്ക് വീണ് ആരാ സമ്മതിക്കാത്ത? നറുക്ക് ഇന്ന് മറ്റേക്കാ നറുക്ക്, ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, എന്നാ നറുക്ക്, ഞാൻ അടുത്ത തന്നെ നറുക്ക് നമുക്ക് കിട്ടുവെക്കും. എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ടല്ലോ. ഒരു സത്യത്തിൽ അവിടെ വരുന്നത് ഒരു ലൊന്നാണെങ്കിലും ഒരു ഭാവനയാണെങ്കിലും അതിനൊരു അറിവിന്റെ സ്ഥാനമുണ്ട്. ഇതുകൊണ്ടാണ് നറുക്കിടുന്നതും മതിച്ച് സുമാറ് കണക്കാക്കുന്നതൊക്കെ ഇസ്ലാം സമ്മതിച്ചത്. സാധുക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു സമ്മതം വിശുദ്ധ ദീൻ നൽകിയിട്ടുണ്ട്. ബൈഉൽ അറായ എന്ന് പറയും. അവർക്ക് വേണ്ടിയുള്ള ഒരു അവകാശത്തിന് വേണ്ടി ഒന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും കാരക്കയുണ്ടാകുമെന്ന് കണക്കാക്കിയിട്ട് ആ കാരക്ക ചെറിയ രൂപത്തിലൊന്ന് മൂപ്പാകുമ്പോഴേക്ക് വന്ന ആളുകൾ ഇങ്ങനെ മതിച്ചു നോക്കിയിട്ട് ഇത്ര ടണ്ണുണ്ടാകും, ഇത്ര കിലോ ഉണ്ടാകും. എന്നിട്ട് അതിനുള്ള കാശ് നേരത്തെ കൊടുത്ത് അവർക്കൊരു ജീവിതം ആകുന്ന സമയത്ത് പറിച്ചു നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാകൂല, കറക്റ്റ് ആയിരിക്കും. അതിന് ഖർസ് എന്ന് പറയും, മതിച്ചു പറയാം. അത് അടക്കത്തോട്ടം കണ്ടാലും അണ്ടിത്തോട്ടം കണ്ടാലും അതിന്റെ ആൾക്കാർ പറയാത്. ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നാൽ അതറിയില്ല, അത് മതിച്ചു പറയാൻ കഴിയുന്ന ആൾക്കാർ വന്നാൽ അതറിയും. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖായിഫ് ലക്ഷണം പറയുന്ന ആള് വന്നിട്ടൊരു വിവരം പറഞ്ഞപ്പോൾ തങ്ങൾക്ക് വലിയ സന്തോഷമായി. അന്ന് മദീനക്കാർക്കിടയിൽ, അതിനു മുമ്പ് മക്കർക്കാർക്കിടയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. തങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും രണ്ട് രൂപത്തിലാണുള്ളത്. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു നല്ല വെളുത്ത ശരീരമാണ്, വെളുത്ത ശരീരം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കറുത്ത കളറാണ്. ചില ആളുകളൊക്കെ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ല എന്ന ഒരു സന്ദേഹവും സംശയമൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു ദിവസം മുജസ്സിദ് എന്ന് പറയുന്ന ലക്ഷണം നോക്കി നല്ല സാമർത്ഥ്യം കഴിവുള്ള ആൾ, അതിനൊരു അറിവും വീരൊക്കെ വേണം, അനുമാനം പറഞ്ഞാൽ പോരാ. ഇപ്പൊ കുറെ എണ്ണം അനുമാനത്തിന് വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കിയിട്ടല്ല, അതിനൊരു പഠനമുണ്ട്, ഒരു അറിവുണ്ട്. അത് കിട്ടുന്ന ആൾക്കാർ പറഞ്ഞാൽ തെറ്റൊന്നും ഉണ്ടാകൂല. മുജസ്സിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് സെയ്ദ് റളിയല്ലാഹുവിലേക്കും ഉസാമ റളിയല്ലാഹുവിലേക്കും നോക്കിയിട്ട് അവർ രണ്ടുപേരും പുതച്ചിങ്ങനെ കിടക്കുകയാണ്. കാല് മാത്രം പുറത്തേക്ക് വെളിവായിട്ടുണ്ട്, തലഭാഗത്തൊക്കെ മറിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് പറഞ്ഞു, ഇതൊന്ന് വാപ്പയൊന്ന് മോനാണ് എന്ന് പറഞ്ഞു. ഈ ചില കാൽപാദങ്ങൾ ചിലരിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞ അർത്ഥം ഒന്ന് ബാപ്പയാണെന്ന് മോനാണ്. ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണല്ലോ മുജസ്സിസ്, അദ്ദേഹം ലക്ഷണം പറഞ്ഞാൽ തെറ്റൂല എന്ന് എല്ലാവരും പറയലുണ്ട്. അങ്ങനെ ചില പഠനങ്ങളുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരാളെ പറ്റി ലക്ഷണം പറഞ്ഞു. ആ ലക്ഷണം ശരിയാകാൻ വേണ്ടി കുറെ കാത്തു നിന്നു. ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഷാഫി ഇമാം തങ്ങളും ശിഷ്യനും എവിടെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ സൽക്കരിക്കുന്നു കരുതിയിട്ട് എവിടെങ്കിലും റൂം കിട്ടിയാന്ന് കൂടെ രാവിലെ പോകാന്ന് കരുതി, നേരം വൈകിട്ടും. അപ്പൊ ആരെങ്കിലൊക്കെ ഒന്ന് സൽക്കരിക്കുന്നു കരുതി ഇങ്ങനെ നിന്നപ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാശിന് കിട്ടിയാലും വേണ്ടി താമസിക്കാലോ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് പോയി, ഇന്ന് അവിടെ കൂടാ, രാവിലെ പോകാന്ന് പറഞ്ഞു. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ വിളിച്ച ആളെ നോക്കിയിട്ട് പറഞ്ഞു, അയാൾ സൽക്കരിക്കേണ്ട ആളല്ലല്ലോ, ഉസ്താദുമാര് പഠിപ്പിച്ചെന്ന ഇൽമു തെറ്റൂലല്ലോ പഠിച്ചോനെ, പക്ഷെ അയാളെ നോക്കിയിട്ട് ഒരു നിലക്കും സൽക്കരിക്കേണ്ട ആളല്ല അയാൾ.
നോക്കിയിട്ട് മനസ്സിലാകുന്ന ആളെ കണ്ടിട്ട് മനസ്സിലാകുന്നത് ആളും അറു ബഖീല. അങ്ങനെയാണ് നോട്ടൊറ്റോട്ടത്തിൽ മനസ്സിലായി. പക്ഷെ അയാളാണ് വിളിക്കുന്നത്. ഏതായാലും വിളിച്ചില്ലേ, പോയി നോക്ക്. ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോഴും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈ സംശയം ഇങ്ങനെ കൂടി വന്നു. ഉസ്താദുമാര് പഠിപ്പിച്ച ഇൽമ് അത് തെറ്റൂലല്ലോ, പിന്നെന്താ റബ്ബേ ഇങ്ങനെ വന്നത്? അയാൾ പുതപ്പ്, തലയിണ, പായ, വിരിപ്പൊക്കെ കൊണ്ടുവന്നു, കുടിക്കാനുള്ള വെള്ളം, അവരുപയോഗിച്ച വാഹനത്തെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് അതിനും വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ശിഷ്യനെ വേറൊരു സ്ഥലത്ത് കിടത്തി, ആർക്കും വിരിപ്പതും കൊടുത്തു. അപ്പോഴൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് ഇതാണ്, ഇങ്ങനല്ലല്ലോ ആളുടെ അവസ്ഥ, പിന്നെ എങ്ങനെ വന്നു? ഇൽമു തെറ്റൂലല്ലോ, എങ്ങനെ സംഭവിച്ചു? രാവിലെ ആയപ്പോ, പോകാൻ നേരമായപ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ സൽക്കരിച്ച, നമുക്ക് എന്തെങ്കിലും തന്ന ആളുകളോട് നമ്മൾ എന്ത് പറയും? നിങ്ങൾ നാട്ടിൽ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ കാണണം, വിളിക്കണം, വീട്ടിലേക്ക് വരണം എന്ന് പറയും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നിങ്ങൾ മിസ്രിലേക്ക് വരുമ്പോൾ വീട്ടിലേക്കൊക്കെ വരണം, നിങ്ങൾ നമ്മളിവിടെ നിന്ന് സൽക്കരിച്ചതല്ലേ. അപ്പോഴേക്ക് അയാളെ പാട് മാറി. അയാളെ ചോദിച്ചു, മിസ്രിൽ വന്ന് ഞാൻ അന്വേഷിക്കാൻ ഞങ്ങളെ വാപ്പാന്റെ അടിമയാണോ എന്ന് ചോദിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിസ്രിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നിങ്ങളെ വാപ്പാന്റെ അടിമയാണോ ഞാൻ? ഷാഫി ഇമാം നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഉസ്താദുമാര് പകർന്നു തന്ന ഇൽമ് ഒരക്ഷരം തെറ്റിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ലിസ്റ്റ് ആയിട്ട് വന്നു. എന്താ ലിസ്റ്റ്? എന്താ ലിസ്റ്റ് എന്നറിയോ? ഈ ഉപയോഗിച്ചതിനൊക്കെ വാടക, കട്ടിലിന്റെ വാടക, വിരിപ്പിൻ്റെത്, പുതപ്പിൻ്റെത്, തലയിണ, ഒട്ടകത്തിന് കൊടുത്ത വെള്ളം, അവിടെ കൊടുത്ത പുല്ല്, ഹാദിമിന് കൊടുക്കാൻ കൊടുത്ത എല്ലാത്തിന്റെ മനസ്സിലായില്ല ആള് ബഖീല. അപ്പോഴും ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാ, പഠിച്ച ഇൽമു തെറ്റിയിട്ടില്ല, ഉസ്താദുമാര് പഠിപ്പിച്ച ഇൽമു കറക്റ്റാണ്. നേരത്തെ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതാണ് അവർ നോക്കി പറയുന്ന ആ നോട്ടം ഒരു നിലക്കും തെറ്റൂല. അത് നമ്മൾ ആരെങ്കിലും കണ്ടു പറയും പോലെ അല്ല, അവർ നോക്കി പറഞ്ഞ അങ്ങനെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹും വേറൊരു മഹാനും മത്താഫിലുള്ള ഒരാളെ പറ്റി പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു അയാൾ ഒരു കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ ഒരാൾ. മറ്റേ ഇമാമ് പറഞ്ഞു അല്ലല്ല, അയാൾ ഒരു ഖയ്യാത്താണെന്ന് പറഞ്ഞു, ഒരു തുന്നുന്ന പണിക്കാരനാണെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ട് മോഡലായാലും, ഒന്ന് കച്ചവടക്കാരെന്ന് പറഞ്ഞു, ഒന്ന് ഖയ്യാത്ത് എന്ന് പറഞ്ഞു. ഒരാൾ താജിർ എന്ന് പറഞ്ഞു, ഒരാൾ ഖയ്യാത്ത് എന്ന് പറഞ്ഞു. ഇത് 2 രൂപ ആയല്ലോ, രണ്ടും ഒത്തു വരണ്ടേ. അപ്പൊ അത് കേട്ട ഒരാൾ പോകുന്ന ആളെ വിളിച്ചിട്ട് വെച്ചു, നിങ്ങൾക്ക് എന്താ ജോലി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ കച്ചവടക്കാരനായിരുന്നു, ഇപ്പൊ ഖയ്യാത്താണ്. ഓക്കെ, നിങ്ങൾ തെറ്റിയിട്ടില്ല. അതാണ് അവരെ നോട്ടം. ആ നോട്ടത്തിന് അവർ നേർക്കുനേരെ നോക്കിയിട്ട് പറയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ സദസ്സിലേക്ക് ഒരു സ്വഹാബി കയറി വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളിൽ ചില ആൾക്കാർ എന്റെ മജ്ലിസിലേക്ക് വരുന്നുണ്ട്, അവരെ മുഖം നോക്കിയിട്ട് ഞാൻ സിനയുടെ അടയാളം മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ ആ കയറി വന്ന സ്വഹാബി ചോദിച്ചു, അജാ അൽ വഹ്യു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾക്ക് ശേഷം വഹി ഇറങ്ങാൻ തുടങ്ങിയോ? ഒരു നോട്ടം കണ്ടാൽ തിരിയും, പോസ്റ്റ്മോർട്ടം അങ്ങ് ചെയ്യും. നമ്മൾ നോക്കുമ്പോലല്ല, നോക്കേണ്ടത് നോക്കിയാൽ. അതാണ് ഈ മുജസ്സിസ് എന്ന് പറയുന്ന ആള് വന്നിട്ട് ശരിയായ ആ വിവരം പറഞ്ഞപ്പോ തങ്ങളെ മുഖം വല്ലാതെ സന്തോഷിച്ചു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ അടുത്ത് വന്നിട്ട് തങ്ങൾ പറയുമ്പോ അവിടുത്തെ മുഖം ഇങ്ങനെ സന്തോഷിച്ചിട്ട് ആ മുഖത്ത് ശരിക്ക് പൂർണ്ണ ചന്ദ്രന്റെ മിന്നൽ പിണരുകൾ ഇങ്ങനെ കത്തിച്ചൊരിക്കുന്നത് പോലെ ഞാൻ കാണുന്നുണ്ട്. ദഖല അലയ്യ മസ്റൂറൻ തബ്റുഖു അസാരിറു വജ്ഹിഹി, മുഖം വല്ലാതെ ലംഘുന്നുണ്ട്. കാരണം ഒരു സംശയത്തിന് വിരാമമിട്ടു, നല്ലൊരു ഇൽമു കിട്ടി. അപ്പൊ അത്തരത്തിലുള്ള ഇൽമുകളൊക്കെ സ്വീകരിക്കാം. അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ആ അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകാൻ ഉപയോഗിച്ച 3 അവയവങ്ങൾ കറക്റ്റായി ഉപയോഗിക്കാത്തത് കൊണ്ട് അക്രമ രീതിയിലായി. അവകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കൽപ്പിക്കപ്പെട്ട രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാത്ത രൂപത്തിൽ ഉപയോഗിച്ചാൽ അക്രമമായി. അതിനി തിരുത്തേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞത് സം അല്ലേ? സംഇന്റെ ദുൽമ എന്താണെന്നറിയോ? ഇസ്തിമാലുഹു, ഞാൻ തഫ്സീർ തന്നെ വായിക്കാം. ഇസ്തിമാലുഹു ഫി ഇസ്തിമാഇൽ ഗീബ, ഗീബത്ത് പറയാൻ വേണ്ടി കാത് ഉപയോഗപ്പെടുത്തി. വല്ലഗ്വി, അനാവശ്യം കേൾക്കാൻ വേണ്ടി കാത് ഉപയോഗപ്പെടുത്തി. വർറഫസി, അതേ സ്വകാര്യത പറയുന്ന സംഭാഷണം. അങ്ങനെയില്ലേ ഒരു സെക്സ് പറയുന്ന, സെക്സ് മണക്കുന്ന വർത്തമാനം, അത് കേൾക്കാൻ വേണ്ടി കാത് ഉപയോഗപ്പെടുത്തി. വൽബുഹ്താൻ, കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് പറയാൻ കാത് ഉപയോഗപ്പെടുത്തി. വൽ ഖദ്ഫി,
വ്യഭിചാരാരോപണം കേൾക്കാൻ കാതുപയോഗപ്പെടുത്തി. വൽ മലാഹി, വിനോദങ്ങൾ കേൾക്കാൻ, കളി കേൾക്കാൻ, സംഗീതങ്ങൾ കേൾക്കാൻ. വൽ ഫവാഹിഷി, അനാവശ്യങ്ങൾ കേൾക്കാനും കാത് ഉപയോഗപ്പെടുത്തിയെങ്കിൽ അത് കാതിനോട് ചെയ്യുന്ന അനീതിയാണ്, അക്രമമാണ്. എന്താണ് അതിന്റെ ശരിയായൊരു വശം? ഇസ്തിമാലുഹു, കാതിന് ഉപയോഗപ്പെടുത്തണം. ഫിസ്തിമാഇൽ ഖുർആൻ, ഖുർആൻ കേൾക്കാൻ വേണ്ടി കാതിന് ഉപയോഗപ്പെടുത്തണം. ഉമ്മമാരെ, ഓതാൻ കഴിയാത്ത ദിനങ്ങളിലും ഖുർആൻ കേൾക്കണം. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഓരോ മാസവും സഹോദരിമാർക്ക് ഓതാൻ പറ്റാത്ത ടൈം വരും. ഖുർആനുമായി ഒരു ദിവസം പോലും ബന്ധം മുറിയാൻ ഒരു മുസ്ലിമിന് പറ്റൂല, ആണിനും പറ്റൂല, പെണ്ണിനും പറ്റൂല. അവർക്ക് രണ്ട് ശൈലി എപ്പോഴുണ്ട്, ഒന്ന് കേൾക്കാം, മറ്റൊന്ന് നോക്കാം. ഓതരുത്, നാവ് കൊണ്ട് ഓതരുത്. പക്ഷേ അതിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ, അത് മനസ്സിലൂടെ ഖുർആൻ എങ്ങനെ നടത്താം. ഇങ്ങനെ നോക്കിയാലും മനസ്സിലൂടെ ഒരു ഖുർആൻ ഇങ്ങനെ ഓട്ടം കിട്ടും, അത് മനസ്സിലൂടെ നടത്താം. നാവ് കണ്ട് മൊഴിയരുത്, മൊഴിയൽ ഹറാമായ സന്ദർഭമാണ്. ഹൈലിന്റെയും നിഫാസിന്റെയും കാലഘട്ടങ്ങളിൽ ഖുർആനുമായി ബന്ധമില്ലാത്തൊരു ജീവിതമോ, പിന്നെ അവിടെ പകരം കയറിക്കൂടുന്നത് പിശാചിന്റെ പ്രേരണകൾ മാത്രമായിരിക്കും. അപ്പൊ കാതുപയോഗിക്കേണ്ടത് ഖുർആൻ കേൾക്കാനാണ്. വൽ അഖ്ബാരി, ഹദീസുകൾ കേൾക്കാനാണ്. വൽ ഉലൂമി, അറിവുകൾ കേൾക്കാനാണ്. വൽ ഹികമി, തത്വജ്ഞാനങ്ങൾ കേൾക്കാനാണ്. വൽ മവാഇലി, ഉപദേശങ്ങൾ കേൾക്കാനാണ്. വൻ നസീഹത്തി, സതുപദേശങ്ങൾ കേൾക്കാനാണ്. വൽ മഅറൂഫി, നന്മ ഏതുണ്ടോ അതൊക്കെ കേൾക്കാനാണ്. വഖൗലിൽ ഹഖി, സത്യവർത്തമാനം കേൾക്കാനാണ്. ഇതാണ് ശരിക്ക് കാതിന് കൊടുക്കേണ്ട ഡ്യൂട്ടി. മറ്റൊന്ന് പറഞ്ഞത് കണ്ണാണ്. ഇന്ന സമഅ വൽ ബസറ, കണ്ണിന് കാഴ്ചക്ക് കൊടുക്കുന്ന ഇരുട്ടെന്താണെന്നറിയോ? അന്നളുറു ഇലൽ മുഹറമാത്ത്, നിഷിദ്ധങ്ങളിലേക്ക്, ഹറാമുകളിലേക്കുള്ള നോട്ടമാണ്. വശഹവാത്തി, താല്പര്യങ്ങളിലേക്കുള്ള നോട്ടമാണ്. സുബ്ഹാനല്ലാഹ്, നോക്കി നിന്നിട്ട് ഒരു കൂലിയും കിട്ടാനില്ല. 2 മണിക്കൂറും 1 മണിക്കൂറൊക്കെ കാണാം. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബൈക്കിന്റെയും വണ്ടിയുടെയും വല്ലാത്ത നീണ്ട നിര കാണാം. ആ ഒരു സമയത്ത് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഇന്ന് നിങ്ങൾ ഖുർആൻ നോക്കിയോ എന്ന് ചോദിച്ചാൽ അവര് പറയും റമദാൻ മാസം ഒന്നും അല്ല എന്ന് പറയും. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നോക്കി നിൽക്കുകയാണ്. ഒരു പാടത്തേക്ക്, ഒരു പറമ്പത്തേക്ക്, ഒരു പന്തിന് വേണ്ടി ഒരാൾ തർക്കം കൂടുന്നു. കുറെ ആളുകൾ, എല്ലാവരും നോക്കി നിൽക്കുന്നു, പന്താർക്കാ കിട്ടുന്നത് എന്ന്. അല്ലെങ്കിൽ ഒരു ചെറിയ ബോളിന് വേണ്ടി തർക്കം കൂടുന്നു, എല്ലാവരും നോക്കി നിൽക്കുന്നു. എത്ര മണിക്കൂറാ ചെലവഴിക്കുന്നത്? വല്ല കൂലിയും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. ആ സമയം പാഴ്വേലയാണ്. പ്രായം അതിന് വ്യത്യാസമില്ല, വർഗം വ്യത്യാസമില്ല. സഹോദരിമാര് പോലും ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അത്തരത്തിൽ വേൾഡ് തലത്തിൽ എന്തെങ്കിലും ഒരു രൂപഭാവം വന്നാൽ സുബ്ഹാനല്ലാഹ്, ജുമുഅന്റെ ടൈമിലാണോ അങ്ങനെ വരുന്ന ഗുലുമാലെങ്കിൽ ആ ജുമുഅന്റെ ടൈമും വരെ വെക്കാതെ മുസ്ലിങ്ങളായ ആളുകൾ പോയിരിക്കുന്നു ആ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ. റമദാന്റെ രാത്രിയാണോ? റമദാന്റെ രാത്രിക്ക് എന്തൊരു പോരിശയുണ്ട്. റമദാന്റെ രാത്രി പോലൊരു രാത്രി ശഅബാനിലുണ്ടോ? മറ്റു 11 മാസങ്ങളിലുണ്ടോ? ആ രാത്രിക്കും വില കൊടുക്കാതെ അങ്ങ് പോയി സമയം കളയുന്നു. അത് കാതിനോട്, കണ്ണിനോട് ചെയ്യുന്ന അധർമ്മമാണ്, ഇരുട്ടാണ്. അങ്ങനെ എത്ര സമയങ്ങള് താല്പര്യങ്ങളിലേക്ക് നോക്കിയിട്ട് സഹോദരങ്ങളെ സിനിമ കാണാനും നാടകം കാണാനും കോമഡി കാണാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അതിലൊക്കെ വല്ലാത്ത ഊറ്റം കൊള്ളുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ നോട്ടം, ഷഹവാത്തിലേക്കുള്ള നോട്ടം വെറുതെ കണ്ണിന് കിട്ടുന്ന ഇരുട്ടാണ്. വൈലാമം ഫൗഖഹു ഫീ ദുനിയാ, ഭൗതിക തലത്തിൽ മേലോട്ട് നോക്കുന്ന നോട്ടമില്ലേ? ഭൗതിക തലത്തിൽ, ഭൗതിക ജീവിതത്തിന്റെ വിഷയത്തിൽ മുകളിലുള്ളവരിലേക്ക് നോക്കുന്ന നോട്ടമില്ലേ? കണ്ണിന് ഇരുട്ടാണ്. വൈലാമൻ ദൂനഹു ഫീ ദീനിഹി, ദീനിന്റെ വിഷയത്തിൽ താഴേക്കിടയിലുള്ളവരിലേക്കുള്ള നോട്ടം കണ്ണിന്റെ ഇരുട്ടാണ്. നേരെ
നേരെ തിരിച്ചാണ് സഹോദരാ വേണ്ടത്. ദീനിന്റെ വിഷയത്തില്, ആത്മീയതയുടെ വിഷയത്തില്, കർമ്മങ്ങളെ വിഷയത്തില്, വിശ്വാസത്തിന്റെ വിഷയത്തില് ഈ സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഉപ്പാപ്പമാരിലേക്ക് നോക്കൂ, ഉമ്മാമ്മമാരിലേക്ക് നോക്കൂ. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരുപാട് ഖത്മുകൾ തീർത്തിട്ട് ഓലമേഞ്ഞ വീട്, ഓടുപുതഞ്ഞ വീട്, അതേ ടെറസിന്റെ വീടെത്തുന്നതിന്റെ മുമ്പുള്ള പഴയ വീട് സൗന്ദര്യമാക്കി സൗന്ദര്യം നിലനിർത്തിയിരുന്ന ഉപ്പാപ്പമാരുടെ ജീവിതത്തിലേക്ക് നോക്കൂ, അവരെ ആത്മീയതയിലേക്ക് നോക്കൂ. അവര് സ്വപ്നം കണ്ടിട്ടില്ലാത്ത പലതും കൈക്കലാക്കി സുഖിക്കുന്ന നമ്മളെവിടെ? അവരെവിടെ? അവരെ ദീനിലേക്ക് നോക്കൂ നീ. ആ ഉപ്പാപ്പമാരെ വീട്ടില് മണ്ണെണ്ണ കത്തിക്കുന്ന വിളക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിളക്കിന്റെ മുന്നിലിരുന്നൊരു മറിക്കൂട് ഖുർആൻ ഓതിയാൽ അവരെ കണ്ണിന് പുകയാണ്, മൂക്കിന് പുകയാണ്, മുഖത്ത് മുഴുവനും പുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പുകയും ശ്വസിച്ച് യാതൊരു പരാതിയും പറയാതെ എത്ര മണിക്കൂറാ അവര് ഖുർആൻ ഓതിയത്? കണ്ണട വെക്കാതെ എത്ര മണിക്കൂർ ഒരു ഖുർആൻ ഓതി? ഇന്ന് നല്ല തിളങ്ങുന്ന ലൈറ്റ് ഉണ്ടായിട്ട്, ഒരു ക്ഷീണവും ഇല്ലാത്ത എയർ കണ്ടീഷൻ ഉണ്ടായിട്ട്, നല്ല ഫാനും കാറ്റും ഉണ്ടായിട്ട് അവർ ഇരുന്ന ഏതെങ്കിലും ഒരു സമയത്തിന്റെ 1% നമുക്കിരിക്കാൻ പറ്റുന്നുണ്ടോ? ഓതാൻ കഴിയുന്നുണ്ടോ? ഖുർആനിലേക്ക് നോക്കാൻ മനസ്സ് വരുന്നുണ്ടോ? ഒന്ന് ആലോചിക്കൂ സഹോദരങ്ങളാ. അവരുള്ള സൗകര്യമുള്ള വീട്ടില്, അവരാ സൗകര്യം കുറഞ്ഞ വീട്ടില് റബീഉൽ അവ്വലും റബീഉൽ ആഖിറിലും ചിലപ്പോഴൊക്കെ മാസാമാസം അല്ലെങ്കിൽ അവരാന്തമായിട്ട് ഒരുപാട് സുഹൃതങ്ങൾ അവർ ചെയ്തിരുന്നു. ആ സുഹൃതങ്ങൾ ഇന്ന് നമ്മുടെ സൗകര്യമുള്ള വീട്ടിലില്ല. നമുക്കത് അസൗകര്യമായി തോന്നി. ബാപ്പുള്ള കാലത്ത് ചെറിയ വീട്ടില് ബാപ്പാന്റെ കൂട്ടുകാരെയും ഉസ്താദുമാരെയും ഒക്കെ വിളിച്ചിട്ട് റബീഉൽ അവ്വലിനൊരു മൗലിദ്, ആ മൗലിദിന് 100, 125, 150 ആള്. അന്നില്ലാത്ത സൗകര്യമുള്ള ഇന്ന് നമ്മളെ വീട്ടിലോ നമ്മൾ വിളിക്കുന്നത് വെറും 10 പേരെ, 15 പേരെ. ബാപ്പ ആ സൗകര്യം കുറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചതിന്റെ 1% പോലും പലപ്പോഴും ആകുന്നില്ല. അല്ല തന്ന ഈ നിഅമത്ത് ആ തൃപ്തിയിൽ ഉപയോഗപ്പെടുത്താനാണ്, ആ വിഷയത്തിൽ സന്തോഷം കൊള്ളാനാണ്. അപ്പൊ കേൾവി, അപ്പൊ കാഴ്ച പോകേണ്ടത് അങ്ങനെയാണ്. മേലോട്ട് നോക്കുന്ന സമയത്ത് നോക്കേണ്ടത് എവിടേക്കാണ്? ദീനിൽ ഫൗക്കിലുള്ള ആളുകളിലേക്ക് നോക്കൂ. തായോട്ട് നോക്കുമ്പോ ദുനിയാവിൽ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കൂ. എന്നിട്ട് അള്ളാഹുവിന്റെ നിഅമത്തിന്റെ വലുപ്പം തിരിച്ചറിയൂ. ആ നോട്ടമാണ് കണ്ണിന് കൊടുക്കേണ്ടത്. വൈലാ മതാഇ ദുനിയാ വസീനതിഹാ വസഖാരിഫിഹാ. ദുനിയാവിന്റെ ചരക്കിലേക്കും അതിന്റെ പ്രൗഢിയിലേക്കും അതിന്റെ അലങ്കാരത്തിലേക്കും അവിടേക്കുള്ള നോട്ടം കണ്ണിന് ഇരുട്ടാണ്. കൂടെ പഠിച്ച ഒരാളെ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ഒരാള് വന്ന് വാഹനം ബ്രേക്ക് ഇട്ട് നമ്മളെ മുന്നിൽ നിർത്തി. നമ്മൾ അയാളെ നോക്കുന്നതിന് മുമ്പ് ആ വാഹനം ഒന്നിങ്ങനെ നോക്കി. പടച്ചോനെ, എന്തായി കൊണ്ടുവന്ന് നിർത്തിയത്? 75 ലക്ഷത്തിന്റെ ഒരു വണ്ടിയോ? പിന്നെ നോക്കുന്ന ആരാ നിർത്തിയത്? അയാളപ്പോ ചില്ല് താഴ്ത്തി നമ്മളെ നോക്കുമ്പോ നമ്മളെ കൂടെ ഇരുന്ന ക്ലാസ് ഇരുന്ന ആളാണ്. അപ്പൊ നമ്മൾ അയാളെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടും. ഞാനും അയാൾ ഒരു ദുന്യാവിലാണ് ജീവിക്കുന്നത്, പിന്നെ എങ്ങനെ ഇങ്ങനെ ആയത്? ഈ ഒരു രൂപത്തിലും ഭാവത്തിലും ആയത്? അയാൾ നേരത്തെ എന്നെക്കാളും താഴേക്കിടയിലായിരുന്നല്ലോ. സുഹൃത്തെ, ആ മേൽവിലാസത്തിലേക്കല്ല നീ നോക്കേണ്ടത്. അത് അല്ലാഹു തആല ദുനിയാവിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നൽകും. അത് കണ്ടിട്ട് നിന്റെ കണ്ണഞ്ചി പോകരുത്. വലാ തമുദ്ദന്ന ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹു. ദുനിയാവിലെ വിവിധ തരം ഐറ്റംസുകൾ നൽകിയിട്ട് കുറെ ആളുകൾക്ക് നമ്മൾ സുഖം കൊടുത്തിട്ടുണ്ട് നബിയെ. അതിലേക്കൊരിക്കലും ദൃഷ്ടി നീട്ടരുത്. തങ്ങൾക്ക് അതിനേക്കാളും വലുതൊന്ന് തരാം. അതെന്താ? വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. അവർക്ക് കൊടുത്ത ദുനിയാവിനേക്കാളും വലുതാണ് ഈ ആയത്തുകളില്ലേ സൂറത്തുൽ ഫാത്തിഹ. അവർക്ക് കിട്ടിയ ദുനിയാവിനേക്കാളും വലുതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് നാം ഇത് തന്നിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ദുനിയാവ് ഇതിന്റെ ഒരു സൈഡില്, ഇതിന്റെ അംശത്തില് ഒരു
ഹർഫിനോട് ഒക്കൂല. തങ്ങൾക്ക് തന്നത് വലുതാണ്. ഖുർആനുൽ അലീം എന്ന് ഖുർആന് പേര് വിളിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ തങ്ങൾക്ക് തന്നിരിക്കുന്നു. പിന്നെന്ത് പേടിക്കാനാണ്, എന്ത് വിഷമിക്കാനാണ്? അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, പലർക്കും കഴിയാത്ത കഴിവുകൾ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്, ചികിത്സിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വഹാബത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എത്രയോ അവരെ സമ്പത്ത് കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് നടക്കാത്ത മാറാത്ത രോഗവും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു സമ്പത്താണ്, വലിയൊരു സ്വത്താണ്. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടി നീട്ടരുത്, തങ്ങൾ ഇതുമായി മുന്നോട്ട് പോകണം. അള്ളാഹു തആല നമുക്ക് തന്ന കണ്ണുകൊണ്ട് ശരിയായ രൂപത്തിൽ നോക്കണോ. അന്നദറു ഫിൽ ഖുർആൻ, ഖുർആനിലേക്കുള്ള നോട്ടം വേണം. വൽ ഉലൂമി, അറിവുകളിലേക്കുള്ള നോട്ടം വേണം. വഇലാ വജ്ഹിൽ ഉലമാഇ വസ്സുലഹാ, പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ മഹാന്മാരുടെയും മുഖത്തിലേക്ക്, അവരുടെ ആസാറിലേക്ക് നീ നോക്കണം. വഇലാ ആസാരി റഹ്മത്തില്ലാഹി കൈഫ യുഹിൽ അർള ബഅദ മൗതിഹാ, ചില നാടുകളൊക്കെ കണ്ടില്ലേ, നിർജീവമാക്കിയ ശേഷം പിന്നെ അള്ളാഹു സജീവമാക്കുന്നത്, അതിലേക്ക് നോക്കണം. എത്ര നാടുകൾ അള്ളാഹു തആല നിർജീവമാക്കിയിരുന്നു, ഇപ്പൊ ആ നാടുകളൊക്കെ സജീവമായി വരുന്നുണ്ട്. അവിടെ പഴയകാലത്ത് എന്താ സംഭവിച്ചത്? വലിയ ഭൂചലനം സംഭവിച്ചു. പിന്നെ അള്ളാഹു തആല അതിനൊന്ന് സജീവമാക്കി കൊണ്ടുവന്നു. ആ വിഷയത്തിലേക്ക് നോക്കുമ്പോ നിനക്കൊരു പാഠം കിട്ടുന്നുണ്ട്. ഈ ഭൂമിക്ക് വലിയൊരു മാറ്റം വരാനുണ്ട്, എന്റെ എല്ലാ വിഷയത്തിനും മാറ്റം വരാനുണ്ട്, എന്നിട്ട് പിന്നൊരു ജന്മവും വരാനുണ്ട്. അതിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്, ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹി കൈഫ യുഹീൽ അർള ബഅദ മൗതിഹാ ഇന്ന ദാലിക ലമുഹീൽ മൗതാ. നീ നോക്കൂ, ഗുജറാത്തിൽ ബോംബ് സംഭവിച്ച, സ്ഫോടനം സംഭവിച്ച, ദുരന്തങ്ങൾ സംഭവിച്ച, ഭൂമി കുലുക്കങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിലേക്ക് നോക്കൂ. അമേരിക്കയിൽ പോയി നോക്കൂ, 110 നില തകർന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ സ്ഥലം. ഇന്ന് ആ സ്ഥലം, ആ രൂപഭാവങ്ങൾ മാറിയിട്ട് വലിയ ചൊങ്കും ചൊറുക്കുമുള്ള കെട്ടിടങ്ങൾ വീണ്ടും അവിടെ സ്ഥാപിച്ചു വന്നു. ഒരുപാട് മാണിമാളികകൾ വീണ്ടും വന്നു. ഈ ഭൂമിയെ മറ്റു രൂപത്തിലേക്കാക്കിയിട്ട് പിന്നെ ഈ ഒരു സജീവത അല്ലാഹു തആല തരുമ്പോ നല്ലോണം ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ നാടുകളിൽ കണ്ടില്ലേ നിങ്ങള്, വെള്ളപ്പൊക്കമുണ്ടായിട്ട്, ഉരുൾപൊട്ടലുണ്ടായിട്ട് കുറെ ആളുകൾ മരണപ്പെട്ടു പോയി. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ മരണപ്പെട്ടു പോയ ആളുകളുടെ അനന്തരാവകാശികൾക്ക് വീട് വെച്ചതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിച്ചു. ഭൂമി നേരത്തെ മൗത്തായി, ഇപ്പത് ഹയാത്തായി. ആ വീട് വെക്കുന്നതിന്റെ മുമ്പ് ആ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ആ സംഭവം സംഭവിച്ച ഉടനെ തന്നെ ആ ഭൂമിയുടെ അവസ്ഥ, ആ ദുരന്തമുഖം എന്തായിരുന്നു? വയനാട്ടിലും കവളപ്പാറയിലും കരിഞ്ചോലയിലുമൊക്കെ പോയി കണ്ട ആളുകളില്ലേ? അള്ളാഹു നമ്മോട് പറയുന്നത്, ഫൻളുർ, നല്ലോണം നോക്കണം നിന്റെ കണ്ണുകൊണ്ട്, ഇലാ ആസാരി റഹ്മത്തില്ലാ, അല്ലാഹു തആലാന്റെ അനുഗ്രഹത്തിന്റെ അടയാളങ്ങളിലേക്ക് നീ നോക്കണം. അല്ല ചെയ്ത കാരുണ്യത്തിന്റെ തിരുശേഷിപ്പുകളിലേക്ക്, അടയാളങ്ങളിലേക്ക് നീ നോക്കണം. കൈഫ യുഹീൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ ശേഷം ആ ഭൂമി എങ്ങനെ അള്ളാഹു സജീവമാക്കി. ഇപ്പൊ സുഗമമായി അവിടെ കൂടുന്നു, താമസിക്കുന്നു, പ്രശ്നങ്ങളും ഭീതികളൊക്കെ വിട്ടുമാറിയ രൂപത്തിൽ. ഇന്ന ദാലിക ലമുഹീൽ മൗതാ. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. അല്ലാഹു തആലാന്റെ കഴിവ് മനസ്സിലാക്കാൻ ആ കണ്ണ്. എത്ര നാടുകൾ, സുനാമിയുടെ തീരപ്രദേശങ്ങൾ, ഇപ്പൊ പോയാൽ ആ സുനാമി എന്ന് സംഭവിച്ച അടയാളങ്ങളൊന്നും അവിടെ കാണാനില്ല. രൂപഭാവങ്ങളൊക്കെ മാറി, അവിടെ വന്ന് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി, തകർന്നു പോയതൊക്കെ മാറ്റി, ആ തീരപ്രദേശങ്ങളൊക്കെ സജീവമാക്കി, പൊട്ടിപ്പൊളിഞ്ഞു പോയ കുടിലുകളൊക്കെ മടക്കിയിട്ട് നല്ല നല്ല കുടിലുകൾ ഉണ്ടാക്കി, കെട്ടിടങ്ങൾ ഉണ്ടാക്കി താമസിച്ചു ജനങ്ങള്. ഇത് നോക്കാനും കൂടിയാണ് കണ്ണ്. അള്ളാഹുവിന്റെ ഈ കണ്ണ് മറ്റൊന്നിലേക്ക് നോക്കണം. സൃഷ്ടികളിലേക്ക്, ചരാചരങ്ങളിലേക്ക് നോക്കണം. ബിനദിറിൽ ഇത്തിബാരി, പഠനവിധേയമാക്കുന്ന നോട്ടം കൊണ്ട് നോക്കണം, തള്ളരുത്. ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട് ദുനിയാവിൽ, അവർക്കുള്ള കഴിവിലേക്ക് നീ നോക്കണം. നമുക്കൊന്നും ഇല്ലാത്ത കഴിവുകൾ എത്ര ജീവികൾക്കുണ്ട്.
വ്യത്യസ്ത കഴിവുകളിൽ എത്ര സൃഷ്ടിജാലങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ പറ്റി നന്നായൊന്ന് ആലോചിച്ച് ചിന്തിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഇതൊക്കെ നോക്കി ചിന്തിക്കാനാണ് അല്ലാഹു പറയുന്നത്. ഒട്ടകങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈഫ ഖുലിഖത്, വ്യത്യസ്ത രൂപം നൽകിയിട്ട് എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒട്ടകം ദാഹം താങ്ങുന്നത് പോലെ നിങ്ങൾ താങ്ങൂല. ആ ഒട്ടകം ദൂരം താണ്ടും പോലെ നിങ്ങൾ താണ്ടൂല. ആ ഒട്ടകത്തിന് വഴിയറിയും പോലെ പല പ്രാവശ്യം പോയ വഴിയും നിങ്ങൾക്ക് തെറ്റാം, ഒട്ടകത്തിന് തെറ്റൂല. എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട് അതിന്റെ ശരീരത്തില്. അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി പടച്ചു വെച്ചത് എത്രയുണ്ട്. എത്രയാ സഹോദരങ്ങളെ അത് ഭാരം ചുമക്കുന്നത്. ഏത് വിധേനയാണ് അത് അനുസരിക്കുന്നത്. ഒരു ചെറിയ കുട്ടിയാണ് അതിന്റെ കയറ് പിടിച്ചു കൊണ്ടുപോകുന്നതെങ്കിലും അനുസരിക്കും. ചെറിയ കുട്ടി വിളിച്ചാ നമ്മൾ അങ്ങ് പോകോ? കുട്ടിനെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കോ? എന്തൊരനുസരണമാണ് ഇത്. നോക്കി ചിന്തിച്ച് പഠിക്കാനാണ്. വൈലൽ ജിബാലി കൈഫ നുസിബത്, എന്ത് കെട്ടുറപ്പിലാണ് അല്ലാഹു തആല പർവ്വതങ്ങളെ ഉറപ്പിച്ചത്. എത്ര നൂറ്റാണ്ടുകളായി കുലുങ്ങാതെ അനങ്ങാതെ നിൽക്കുന്നു. എന്തൊരു കാവലാണ്, എന്തൊരു ഉറപ്പാണ്. നമ്മൾ ഉണ്ടാക്കി എത്ര ഭദ്രമായത് തകർന്ന് പൊളിഞ്ഞു വീഴുന്നുണ്ട്. വിള്ളൽ സംഭവിക്കുന്നു, പൊട്ടിത്തുടങ്ങുന്നു. എന്തൊരു ഉറപ്പിലാണ് അല്ലാഹു നാട്ടിവെച്ചിരിക്കുന്നത്. വഇലസ് സമാഇ കൈഫ റുഫിഅത്, ഒരു തൂണും കൊടുക്കാതെ ഒരു വിള്ളലുമില്ലാതെ എന്തൊരു സൗന്ദര്യത്തിലാണ് ആകാശത്ത് നിർത്തിയിരിക്കുന്നത്. വഇലൽ അർളി കൈഫ സുതിഹത്, എല്ലാവരുടെ ജീവിതോപാധിക്കും പറ്റിയ രീതിയിൽ ഭൂമി അല്ലാഹു തആല വിശാലമാക്കിയത് ഏത് രൂപത്തിലാണ്. എല്ലാവർക്കും തികയുന്ന രീതിയിലല്ലേ. കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യണം, ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കണം, കൃഷിക്കാർക്ക് കൃഷി ചെയ്യണം, വെള്ളം കുഴിച്ചെടുക്കുന്നവർക്ക് വെള്ളം കുഴിച്ചെടുക്കണം. എല്ലാറ്റിനും പറ്റുന്ന പരുവത്തിലാണ് അല്ലാഹു ഭൂമിയെ വെച്ചത്. അതേ സമയത്ത് ഒരേ രൂപത്തിലാണ് ഭൂമിയെങ്കിൽ ഒരാൾക്കും ആ ഭൂമിയിൽ മറ്റൊരു ഉപകാരം നടക്കൂല. കുഴിച്ചെടുക്കുന്ന ആളുകളുണ്ട്, ഖനനം ചെയ്യുന്നവരുണ്ട്, അവർക്കും ഭൂമിയിൽ സൗകര്യം വേണം. സുബ്ഹാനല്ലാഹ്, സ്വർണവും വെള്ളിയും രത്നങ്ങളും മുത്തുമൊക്കെ കുഴിച്ചെടുക്കുന്ന ആളുകളുണ്ട്, അവർക്കും ഭൂമിയെ പറ്റി അറിയണം. നല്ല നല്ല വിലപിടിപ്പുള്ള കല്ലുകൾ വെട്ടിയെടുക്കുന്നവരുണ്ട്, അതിനു പറ്റിയ ഭൂമി വേണം. അതല്ല നല്ല ഉറപ്പുള്ള കല്ല് വേണോ, അതിനു പറ്റിയ ഭൂമി വേണം. മണല് പോലോത്ത പാറ വേണോ, മണലാക്കാൻ പറ്റിയ അതിനും പറ്റിയ ഭൂമി വേണം. എന്തെല്ലാം സംവിധാനങ്ങളാണ്, സൗകര്യങ്ങളാണ് അല്ലാഹു ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ചിന്തിക്കാൻ ധാരാളമുണ്ട്. അത് ചിന്തിക്കാനും നോക്കാനും നോക്കിക്കാണാനും കണ്ണല്ലാഹു തന്നിട്ടുണ്ട്. വഇലാ മൻ ദൂനഹു ഇലാ ദുനിയാ, ദുനിയാവിൽ എപ്പോഴും താഴേക്കിടയുള്ളവരിലേക്ക് നോക്കണം, അതിനും കൂടിയാണ് കണ്ണ്. വഇലാ മൻ ഫൗഖഹു ഫീ ദീനിഹി, ദീനിലെപ്പോഴും മേലെയുള്ളവരിലേക്ക് നോക്കണം. അയാൾക്ക് എത്ര ഇൽമാണ് അല്ലാഹു കൊടുത്തത്, എനിക്കും ഇൽമു വേണമല്ലോ. എത്ര വലിയ ഇബാദത്തിന്റെ സൗന്ദര്യം കിട്ടിയ ആളാണ്, എനിക്കും ഇബാദത്തിൽ മുൻതൂക്കം വേണമല്ലോ. മേലോട്ട് ചിന്തിച്ചിട്ട് പടിപടിയായി മേലോട്ട് ഉയരണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാര് മത്സരിച്ചിരുന്നത് ഈ വിഷയത്തിലാണ്. മുന്നോട്ട് നീങ്ങിയിരുന്നത് ഈ വിഷയത്തിലാണ്. ദീനിന്റെ വിഷയത്തിൽ മുകളിലെത്താൻ വല്ലാത്ത മത്സരമായിരുന്നു. ചെറിയ മത്സരമല്ല, വല്ലാത്ത മത്സരം. ആദ്യം എത്തി എന്നൊരു സന്തോഷമില്ലേ, ആ സന്തോഷം ചെറിയ രൂപത്തിലല്ല. അവരാ സന്തോഷം വല്ലാതെ പങ്കുവച്ചിരുന്നു. ആ സന്തോഷം കൊണ്ട് തന്നെയാണ് പലരെയും അവർ മുന്നോട്ട് നിർത്തിയിരുന്നത്. പലരോടും അവർ ചോദിച്ചിരുന്നത്, പരിഗണിച്ചിരുന്നത്, പരിഗണിക്കാൻ നിമിത്തമായിരുന്നതും അതാണ്. ആ രൂപത്തിൽ ദീനിൽ മുകളിലേക്ക് നോക്കിയിട്ടുയരണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നളറ ഇലാ ഔറതിഹി വസൂഅതിഹി, തന്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ഒരിക്കലും ഞാൻ നോക്കിയിട്ടില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ശേഷം പിന്നെ ആ കണ്ടുകൊണ്ട് സ്വകാര്യ അവയവത്തിലേക്ക് നോക്കിയിട്ടില്ല. ആ കണ്ണിന്റെ സൗന്ദര്യം കുറഞ്ഞു പോകരുത്. കാരണം തങ്ങളെ മുഖത്തേക്ക് നോക്കിയ കണ്ണുകൊണ്ട് പിന്നെ അങ്ങോട്ട് നോക്കാൻ പറ്റൂല എന്നൊരു പാഠമാണ്, എന്നൊരു അദബ് സ്വീകരിച്ചതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മാ കദിബതു മുൻദു അസ്ലംതു, ഇസ്ലാമിലേക്ക് വന്നത് മുതൽ ഞാനൊരു കള്ളം പറഞ്ഞിട്ടില്ല. വമാ മസിസ്തു ഫർജി ബിൽ യമീനി മുൻദു ബയഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വലത്തെ കൈകൊണ്ട് എൻ്റെ ഗുഹ്യസ്ഥാനം ഞാൻ സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തത് മുതൽ വലാ അകൽതുൽ ഖുറാത വനഹ്വഹു മുൻദു ഖറഅതുൽ ഖുർആൻ, ഖുർആൻ ഓതി തുടങ്ങിയത് മുതൽ ദുർഗന്ധ വാസനയുള്ളൊരു പച്ചക്കറിയും വെള്ളുള്ളി പോലത്തെ ഒന്നും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. ഖുർആൻ ഓതിയ നാവിന്റെ സൗന്ദര്യം കെട്ടുപോകരുത്, കൈ കൊടുത്ത കൈയിന്റെ സൗന്ദര്യം മോശമായി പോകരുത്. ഇസ്ലാം സ്വീകരിച്ചത് മുതൽ പിന്നീട് എന്റെ ഇസ്ലാമിന്റെ സംസ്കാരം തകർന്നു പോകരുത്. കണ്ടില്ലേ, അറേബ്യയിലെ വലിയ കവിയായ ഒരു കവിത ഇറക്കിയാൽ ലക്ഷക്കണക്കിന് കോപ്പി ഒരു ദിവസം തന്നെ മാർക്കറ്റിൽ വിറ്റുപോയിരുന്ന ലബീദ്. ആ ലബീദിന്റെ വാക്ക് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അസ്ദഖു കലിമത്തിൻ ഖാലഹാ ഖൗലു ലബീദ്, നല്ല സത്യസന്ധമായ വാക്കാണ് ലബീദ് പറഞ്ഞത്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ലബീദ് പാടിയൊരു പാട്ടാണത്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാഹ് അല്ലാത്ത എല്ലാം തകർന്നു പോകുന്നതാണ്, എല്ലാം തരിപ്പണമായി പോകുന്നതാണ്, എല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. ആ ലബീദിനോട് സ്വഹാബത്ത് ചോദിച്ചു, ലബീദേ ഇപ്പൊ പാട്ടൊന്നും പാടാറില്ലേ, രചിക്കാറില്ലേ? ലബീദ് പറഞ്ഞു, ഇസ്ലാമിലേക്ക് വന്നത് മുതൽ ഖുർആൻ ഓതിയത് മുതൽ പിന്നെ ഞാൻ പാട്ട് പാടിയിട്ടില്ല, എന്റെ കൈകൊണ്ട് എഴുതിയിട്ടില്ല. ഇതൊക്കെ പറയുമ്പോ കുട്ടിക്കാലം മുതൽക്ക് ഇത് ശീലമാക്കി വന്ന നമ്മള് ഇടക്കാലത്ത് വെച്ച് അള്ളാഹു സൗകര്യങ്ങളും സംവിധാനങ്ങളും തരുമ്പോ അതിൽ നിന്ന് മാറിപ്പോകുന്നത് സങ്കടകരമാണ്. മുമ്പ് നമ്മുടെ കയ്യിൽ മൊബൈലിന്റെ സൗകര്യമില്ല, ഉപകരണങ്ങളെ സൗകര്യമില്ല. അന്ന് നന്നായ രൂപത്തിലേക്ക് മടങ്ങിപ്പോകണം സഹോദരങ്ങളെ. ഇതുകൊണ്ട് ആ ഒഴിവ് സമയങ്ങളും മറ്റുമൊക്കെ ചെലവഴിക്കുന്നതിന് പകരം ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്തിയിട്ട് അതിന്റെ നന്മകൾ മാത്രം ആസ്വദിച്ച് ഖുർആനോത്തിനത് തടസ്സമാകരുത്, മറ്റു ഹൈറായ കാര്യങ്ങൾക്കൊന്നും തടസ്സമാകരുത്. ആ രൂപത്തിലേക്കാ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ നോട്ടവും നമ്മുടെ കേൾവിയും നമ്മുടെ മനസ്സും ആ രൂപത്തിലേക്കാണ് തുനിയേണ്ടത്. അതെ, ഇതിനൊക്കെ കൊടുക്കേണ്ട നല്ല സ്വഭാവങ്ങൾ കൊടുക്കണം.